യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പലിശ വാങ്ങരുത് എന്നതിനെ കുറിച്ചാണ്. ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടും. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വാരി വിതറി ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടായ സംഭവങ്ങൾ കത്തുകളിലൂടെയും ഫോണിലൂടെയും സഖീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അറിയിപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ടെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. എന്റെ പേര് CM മാത്യു, ചക്കാലയിൽ എന്നാണ്. പാല സ്ഥലത്താണ് എന്റെ വീട്. എനിക്കുണ്ടായ അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഇപ്പോഴത്തെ പകർച്ചപ്പനി എനിക്കും പിടിപെട്ടു. എന്നാൽ പനിക്ക് ശേഷം കാൽ കണയിലുണ്ടായ വേദന അസഹനീയമായിരുന്നു. കാൽ മുറിഞ്ഞു പോകുന്നത് പോലുള്ള വേദന ഞാൻ പീഡ അനുഭവിക്കുകയായിരുന്നു. ജൂലൈ 15-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ ടിവിയുടെ മുന്നിലിരുന്ന് എന്റെ ശരീരത്തിന്റെ വേദന മുഴുവനും സമർപ്പിച്ച് യേശുവിനെ വിളിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തിങ്കളാഴ്ച എന്റെ വേദന കുറഞ്ഞ് അപ്രത്യക്ഷമായി. എന്നാൽ എന്റെ കാൽമുട്ടിന് വേദന വീണ്ടും അവശേഷിച്ചു. ഞാൻ നിരാശപ്പെട്ടില്ല. അടുത്ത ഞായറാഴ്ച 22-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച രാവിലെ എന്റെ കാലിലെ വേദന തീർത്തും മാറി. ഇന്ന് ഞാൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി എല്ലാ ജോലികളിലും മുഴുകുന്നു. ഞാൻ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. CM മാത്യു, പാലായിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വ്യക്തി പറഞ്ഞത് എങ്ങനെയാണ്? എന്റെ പേര് അന്നക്കുട്ടി, പോത്താനിക്കാട്, എറണാകുളം ജില്ല. എല്ലാ ഞായറാഴ്ചയും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന അഭിഷേകാഗ്നി പ്രാർത്ഥനാ ശുശ്രൂഷയിൽ മുടങ്ങാതെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ സഹോദരന്റെ മകൻ സതീഷ് ഇറ്റലിക്ക് പോയിട്ട് 4.5 വർഷം കഴിഞ്ഞു. എന്നുവരെയും അവന് വിസ കിട്ടിയിട്ടില്ല. 8-ാം തീയതിയിലെ അഭിഷേകാഗ്നിയിലെ പ്രാർത്ഥനയോട് ചേർന്ന് ഞാനും ആത്മാർത്ഥമായി സതീഷിന്റെ വിസ പെർമനന്റ് ആയി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ മാസം തന്നെ വിസ ലഭിക്കുകയാണെങ്കിൽ ഞാനത് എന്റെ യേശുക്രിസ്തു ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ എനിക്ക് ഇത് അത്ഭുതമായി സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 13-ാം തീയതി വെള്ളിയാഴ്ച തന്നെ വിസ ലഭിച്ചു. ഈ അഭിഷേകാഗ്നി പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മകൻ 4.5 വർഷമായി ഇറ്റലിയിൽ പെർമനന്റ് വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് കിട്ടാതെ വിഷമിക്കുമ്പോൾ ഈ ഒരമ്മ ഇവിടെ ഇരുന്ന് നെടുവൂർ പോടെ അഭിഷേകാഗ്നി പ്രോഗ്രാം സമയത്ത് യേശുവിനോട് പ്രാർത്ഥിച്ചു. ഞായറാഴ്ച പ്രാർത്ഥിച്ചു, വെള്ളിയാഴ്ച അവന് പെർമനന്റ് വിസ റെഡിയായി കിട്ടി. പ്രൈസ് ദ ലോർഡ്. അതുപോലുള്ള അത്ഭുതം യേശുക്രിസ്തു അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. ഷാലോമിലുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാം എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഒന്നിച്ച് കാണാറുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുന്ന വാക്കുകൾ എന്നെ സ്പർശിച്ചു. എന്റെ മകൾ സോണിയ TTC കഴിഞ്ഞ് സ്ഥിരമായി ഒരു ജോലി കിട്ടാതെ വർഷങ്ങളായി വിഷമിക്കുകയായിരുന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, എന്റെ മകൾക്ക് TTC കഴിഞ്ഞ് എന്റെ മകൾക്ക് സ്ഥിരമായി ജോലി കിട്ടിയാൽ ഞാൻ അഭിഷേകാഗ്നിയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നു. ആരാധനാ സമയത്ത് കൈകൾ ഉയർത്തി യേശുവിനെ വിളിച്ച് ഈ കണ്ണുനീര് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്റെ ഈശോ എന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്തു. തുടർന്നുള്ള ടെസ്റ്റിൽ എന്റെ മകൾ ടെസ്റ്റ് എഴുതുകയും 4-ാം റാങ്കിൽ പാസ്സാകുകയും ഉടനെ തന്നെ ഒരു സ്കൂളിൽ സ്ഥിരമായി നിയമനം ലഭിക്കുകയും ചെയ്തു. എന്റെ ഈശോയ്ക്ക് 1000 നന്ദി. മോളി ഫിലിപ്പ്, താഴത്ത് വടകര, കോട്ടയം ജില്ല, പന്നനാട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവമക്കൾക്ക് വേണ്ടി വർഷിക്കുന്നു. ഈ നിമിഷങ്ങളിൽ തീക്ഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പിതാവേ, പുത്രനായ യേശുവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. ഒരുപാട് കണ്ണുനീരോടെ, ഒരുപാട് സങ്കടത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. പിതാവേ, പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി അയക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയാൽ ക്ഷീണങ്ങൾ മാറട്ടെ, മടുപ്പ് മാറട്ടെ, വചനത്തോടുള്ള മറുതലിക്കുന്ന പ്രകൃതങ്ങൾ മാറട്ടെ, വിമത സ്വഭാവം മാറട്ടെ, എതിർചിന്തകൾ മാറട്ടെ, മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ മാറട്ടെ, വിശ്വാസാഭിഷേകം നിറയട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനാ ചൈതന്യം നിറയട്ടെ. കുടുംബങ്ങളിൽ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശിഥിലീകരണ ശക്തികളും ഇപ്പോൾ യേശുവിന്റെ അത്ഭുത നാമത്തിൽ വിട്ടുപോകട്ടെ. ദൈവവചനത്തിന് എതിരായി നിൽക്കുന്ന എല്ലാ പൈശാചിക വിടകളെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഓരോ മകനെയും മകളെയും യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കുന്നു. രോഗങ്ങൾ
സൗഖ്യമാകട്ടെ. രോഗികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ തടസ്സമായി വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരുമിച്ച് കൂടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അത്ഭുത സംരക്ഷണം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശ വാങ്ങുന്നതിനെ കുറിച്ച് നിരവധി വ്യക്തികളുടെ മനസ്സിലുള്ള സംശയങ്ങൾ അവർ വിവിധ സാഹചര്യങ്ങളിൽ അച്ഛനോട് പങ്കുവച്ചിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ ന്യായമായൊരു പലിശ വാങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ പണം കൊടുക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് അതിന്റെ നന്മയും ഉയർച്ചയും ഉണ്ടാകുമ്പോൾ അതിന്റെ ഷെയറായി എനിക്ക് കുറച്ച് പണം കൊണ്ട് തരുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ ധ്യാനം കൂടുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ലെന്ന് എന്തെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പല സംശയങ്ങൾ വിശ്വാസികളുടെ മനസ്സിൽ കിടക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇതിനെക്കുറിച്ചുള്ള ദൈവവചന പ്രബോധനം എന്ത് എന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പലിശ വാങ്ങുന്നത് വചനാനുസൃതമാണോ? പലിശ വാങ്ങുന്നത് കർത്താവ് അംഗീകരിക്കുന്നുണ്ടോ? പുറപ്പാടിന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 25-ാം വാക്യം കർത്താവിന്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: നിന്നോടൊത്ത് വസിക്കുന്ന എന്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്. അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും അരുത്. കർത്താവ് തന്റെ പരിശുദ്ധമായ വചനത്താൽ പലിശ വാങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എഴുതപ്പെട്ട വചനമാണ്. ആകാശം മാറിയാലും ഭൂതലം മാറിയാലും ഇതിന്റെ വള്ളിയോ പുള്ളിയോ മാറ്റം വരികയില്ല എന്ന് പറഞ്ഞ് കർത്താവ് വെളിപ്പെടുത്തിയ പരിശുദ്ധ വചനത്തിൽ കർത്താവ് നിരോധിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് പലിശ വാങ്ങുക എന്നുള്ളത്. ഹല്ലേലൂയ. എന്താണ് പലിശ വാങ്ങാൻ പാടില്ല എന്ന് കർത്താവ് നിരോധിച്ചിരിക്കുന്നത്? ദൈവ പൈതൽ, ഒരു വിശ്വാസി പണം കൊടുത്ത് പലിശ വാങ്ങുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്താൽ ആ പണം കൊണ്ട് ആ വിശ്വാസിയുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കുകയല്ല, ആ വിശ്വാസിയുടെ കുടുംബത്തിൽ തകർച്ചയും ആ വിശ്വാസിയുടെ നടപ്പിൽ അധപതനം ഉണ്ടാകും എന്നത് തന്നെ അതിന്റെ കാരണം. ഞാനൊരു കുടുംബത്തിന്റെ അനുഭവം നിങ്ങളോട് പങ്കുവെക്കാം. ഒരു അച്ഛൻ വരെ പരിചയപ്പെടുമ്പോൾ ആ പ്രദേശത്തെ സാമ്പത്തികമായി വളരെ ഉന്നതമായ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു ആ കുടുംബം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് കുറച്ച് ഏതാനും കാലങ്ങൾക്കുള്ളിൽ ആ കുടുംബത്തിൽ അപ്രതീക്ഷിതമായ തകർച്ചകൾ ആ കുടുംബത്തിലേക്ക് പെയ്തിറങ്ങാൻ തുടങ്ങി. ആ കുടുംബത്തിൽ കുടുംബനാഥൻ ഒരുപാട് വിധത്തിൽ സാമ്പത്തികമായി തകർന്നു. പല വിധത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായി. അങ്ങനെ ഒരു വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ് ആ കുടുംബനാഥൻ മരിക്കുന്നത്. ആ കുടുംബനാഥന്റെ മക്കൾ അവർ പല സ്ഥലങ്ങളിലായിരുന്നെങ്കിലും അവരുടെ സ്ഥിതിയും വലിയ മെച്ചമല്ല. അവരും രോഗവും കടബാധ്യതയും പ്രശ്നങ്ങളും സമാധാനമില്ലായ്മ നിമിത്തം നിരന്തരം പീഡ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ ദൈവസന്നിധി നിലവിളിച്ച് ഞാൻ ചോദിച്ചു, പിതാവേ, ഇതെല്ലാം എന്ത്? ഇതിന്റെ എല്ലാം അർത്ഥം എന്ത്? അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും എനിക്ക് വെളിപ്പെടുത്തുന്ന ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം. ആ കുടുംബത്തിന്റെ മേലൊരു പാപമുണ്ട്. ആ കുടുംബം ഒരു ശാപം ചുമക്കുന്നുണ്ട്. ആ കുടുംബം ഒരു പാപം ചുമക്കുന്നുണ്ട്. ആ പാപമാണ് എസെക്കിയേൽ 22:12 വെളിപ്പെടുത്തുന്നത്. നീ പലിശ വാങ്ങുകയും ലാഭം ഉണ്ടാക്കുകയും അയൽക്കാരനെ ഞെരുക്കി സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്നു. നീ എന്നെ വിസ്മരിച്ചിരിക്കുന്നു. പലിശ വാങ്ങുന്നവൻ പലിശ വാങ്ങാൻ വേണ്ടി കർത്താവിനെ പരിത്യജിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് മറക്കണ്ട. നീ എന്നെ വിസ്മരിക്കുന്നു, എന്നിട്ട് നീ പലിശ വാങ്ങുകയും ലാഭം ഉണ്ടാക്കുകയും അയൽക്കാരനെ ഞെരുക്കി നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പാപം, ഈ ഒരു ശാപം ചുമക്കുന്ന കുടുംബമായിരുന്നു ആ കുടുംബം. അതുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പോലും ഫലിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഈ തിന്മ അതീവ ഗുരുതരമാണ്. ദൈവം ഇത് വെറുക്കുന്നു. പലിശ വാങ്ങുന്ന പ്രവൃത്തിയെ ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവം ഇത് വെറുക്കുന്നു. അതുകൊണ്ട് ദൈവം താൻ അംഗീകരിക്കാത്ത വ്യക്തികളെ കുറിച്ചുള്ള ലക്ഷണങ്ങൾ, അടയാളങ്ങൾ പ്രഖ്യാപിക്കുന്ന മേഖലകളിൽ വ്യക്തമായി എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് പലിശ അവൻ വാങ്ങിക്കുന്നു എന്നുള്ളത്. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 18-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ ആരാണ് ഒരു ദുഷ്ടൻ,
ആരാണ് കർത്താവ് പരിത്യജിക്കുന്നവൻ, ആരാണ് കർത്താവിനാൽ അംഗീകാരം ഇല്ലാത്തവൻ എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അതിൽ 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് ഒരു ദുഷ്ടന്റെ അടയാളമായി പറഞ്ഞിരിക്കുന്നത്. പല അടയാളങ്ങൾ പറഞ്ഞതിൽ അതിൽ പ്രമുഖമായ ഒരു അടയാളം പറഞ്ഞിരിക്കുകയാണ്, അവൻ പലിശ വാങ്ങുകയും ലാഭം എടുക്കുകയും ചെയ്യുന്നു. അവൻ പലിശ വാങ്ങുകയും ലാഭം എടുക്കുകയും ചെയ്യുന്നു. ഒരു നല്ല മനുഷ്യൻ ആരാണെന്നും എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് പ്രിയങ്കരനായ, ദൈവത്തിന് കണ്ണിലുണ്ണിയായി, ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിന് പ്രീതിപാത്രമായ ഒരു മനുഷ്യന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അടയാളം എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം അതിൽ 8-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണത് പഠിപ്പിക്കുന്നത്, അവൻ പലിശ വാങ്ങുകയോ ലാഭം എടുക്കുകയോ ചെയ്യുന്നില്ല. അവൻ പലിശ വാങ്ങുകയോ ലാഭം എടുക്കുകയോ ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ സങ്കീർത്തന പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ ആരാണ് കർത്താവിന്റെ കൂടാരത്തിൽ എന്നും വസിക്കുന്നതെന്നും ആർക്കാണ് കർത്താവിന്റെ സ്നേഹം എന്നും ലഭിക്കുന്നതെന്നും അതിനുള്ള ആ യോഗ്യത എന്താണെന്ന് സങ്കീർത്തന പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ 15-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, കർത്താവിന്റെ പ്രിയങ്കരനായ ഒരു മനുഷ്യന്റെ ശാശ്വതമായ ഒരു അടയാളം സങ്കീർത്തനം 15:5 രേഖപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ അത്രയവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ കടം കൊടുത്താൽ പലിശ വാങ്ങിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ കടം കൊടുത്താൽ പലിശ വാങ്ങുകയില്ല. അവൻ കർത്താവിന് പ്രിയങ്കരനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം പലിശ വാങ്ങുക എന്നുള്ളത് കർത്താവ് നിരോധിച്ചിരിക്കുന്ന ഒരു സംഗതി അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം പലിശ വാങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നത്? പലിശ വാങ്ങുന്നത് കർത്താവ് നിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമാണ്. പലിശ വാങ്ങി ഭവനത്തിൽ കുന്നുകൂട്ടുന്ന സമ്പത്ത് അത് ദൈവാനുഗ്രഹമുള്ള സമ്പത്തല്ല. അത് കുടുംബത്തിന് സമാധാനം നൽകുന്ന സമ്പത്തല്ല. അത് കുടുംബത്തിൽ നിന്ന് അത്യാവശ്യ സമയത്ത് അത് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് ഈ അന്യായമായ സമ്പത്ത് ശേഖരിച്ചു കൂട്ടി വെക്കുന്നവന്റെ സ്ഥിതി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും. എന്താ അനായാസമായി നേടിയ സമ്പത്ത്? അധ്വാനിക്കാതെ, കണ്ടമാനം പണിപ്പെടാതെ, വെറുതെ ഇരുന്ന് വാരിക്കൂട്ടുന്ന അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും. വീണ്ടും സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ 20-ാം അധ്യായം 21-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സമ്പത്ത് അവസാനം അനുഗ്രഹപ്രദമായിരിക്കുകയില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ച കുടുംബത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. അവർ തുടക്കത്തിൽ അവർ വിചാരിച്ചു എല്ലാം മംഗളകരം, എല്ലാം നന്നായിരിക്കുന്നു. എന്നാൽ അതിന്റെ പ്രത്യാഘാതം ആ കുടുംബത്തിൽ പെയ്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യന്റെ മരണസമയത്ത് ആ മനുഷ്യന്റെ സ്ഥിതി എത്രയോ ഭയാനകമായിരുന്നു. ആ മനുഷ്യന്റെ സ്ഥിതി എത്രയോ ഭയാനകമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സമ്പത്ത് അവസാനം ഗുണകരമായിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി വീണ്ടും വീണ്ടും പലിശ വാങ്ങി പണം ഭവനത്തിൽ കുന്നുകൂട്ടുന്നത്? അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ 28-ാം അധ്യായം 5-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ്. സുഭാഷിതങ്ങൾ 28:5, ദുഷ്ടന്മാർ നീതി അറിയുന്നില്ല, കർത്താവിനെ തേടുന്നവർ അത് പൂർണ്ണമായി മനസ്സിലാക്കുന്നു. അച്ഛൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരവധി വ്യക്തികളുടെ മനസ്സിൽ ഈ വചനത്തിന് എതിരായ വികടചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ, മകനെ മകളെ, നീ ഒരു കാര്യം മനസ്സിലാക്കുക, കർത്താവിനെ അറിയുന്നവർക്കാണ് കർത്താവിന്റെ വചനം സ്വീകാര്യമായിരിക്കുന്നത്. കർത്താവിനെ തേടുന്നവർക്ക് കർത്താവിന്റെ വചനം രുചികരമാണ്. എന്നാൽ ദുഷ്ടനോ നീതി അറിയുന്നില്ല. ദുഷ്ടനോ നീതി അറിയുന്നില്ല. അവന്റെ പ്രവൃത്തികൾ, അവന്റെ ന്യായീകരണങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 21-26 പഠിപ്പിക്കുകയാണ്, ദുഷ്ടന്മാർ എന്നും അത്യാഗ്രഹത്തോടെ കഴിയുന്നു, നീതിമാന്മാരാകട്ടെ നിർലോഭം ദാനം ചെയ്യുന്നു. ദുഷ്ടന്മാർ എന്നും അത്യാഗ്രഹത്തോടെ വസിക്കുന്നു, നീതിമാന്മാരാകട്ടെ നിർലോഭം ദാനം ചെയ്യുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, എന്റെ പണം
തൊട്ടടുത്തൊരു മനുഷ്യൻ ഞെരുക്കത്തിയിരിക്കുമ്പോൾ, തൊട്ടടുത്ത മനുഷ്യൻ സാമ്പത്തികമായി കഷ്ടതയിൽ ഇരിക്കുമ്പോൾ എന്റെ പണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറരുത്. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. വായ്പ കൊടുക്കുമ്പോൾ പണവ്യാപാരിയെ പോലെ നീ പെരുമാറരുത്. നീ പണത്തിന് പലിശ വാങ്ങുന്നത് കർത്താവ് തന്റെ വചനത്താൽ നിരോധിച്ചിരിക്കുന്നു. പിതാവേ, ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ദൂത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം അവിടുന്ന് പകർന്നു നൽകണമേ. കർത്താവേ, വചനത്തിലുള്ള അടിസ്ഥാനപരമായ അഭിവൃദ്ധിയിലേക്കുള്ള വഴികളെ കുറിച്ചുള്ള തിരിച്ചറിവ് നൽകണമേ. ഓ ദൈവമേ, പലിശ വാങ്ങുന്നത് നിർത്തുന്നത് കുടുംബത്തിന് അനുഗ്രഹപ്രദമാണെന്നുള്ള വെളിപാട് പരിശുദ്ധാത്മാവിനാൽ എല്ലാ ഹൃദയങ്ങളിലേക്കും പതിക്കണമേ. ഏതെങ്കിലും മകനോ മകളോ പലിശയ്ക്ക് പണം കൊടുത്ത്, ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുത്ത് മറ്റുള്ളവരുടെ കഴുത്തറുക്കുന്ന വിധം മറ്റുള്ളവരുടെ കുടുംബത്തിൽ നിന്ന് പണം അന്യായമായി പിടുങ്ങുന്ന പാപത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ, ആ ശാപത്തിന് അടിമയായ കുടുംബങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുടുംബങ്ങളിൽ നിന്ന് ആ ശാപത്തിന്റെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു. ഓ ദുഷ്ടാത്മാവേ, ഓ ദ്രവ്യാഗ്രഹത്തിന് ദുഷ്ടാത്മാവേ, ദൈവമക്കളെ അവരുടെ കുടുംബങ്ങളെ വിട്ടുപോവുക. ഓ ദ്രവ്യാഗ്രഹത്തിന് ദുഷ്ടാത്മാവേ, ദൈവമക്കളുടെ കുടുംബങ്ങളെ വിട്ടുപോവുക. ഓ ദ്രവ്യാഗ്രഹത്തിന് ദുഷ്ടാത്മാവേ, ദൈവമക്കളുടെ കുടുംബങ്ങളെ വിട്ടുപോവുക. കുടുംബങ്ങളിൽ ഇപ്പോൾ ദൈവിക സ്നേഹത്തിന്റെയും ദൈവിക നീതിയുടെയും അഭിഷേകം നിറയട്ടെ. നീതിയെ അറിയുന്ന പൈതലായി ഓരോ മകനും ഓരോ മകളും മാറട്ടെ. ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്നതിൽ അഭിമാനമുള്ള മകനായി, അഭിമാനമുള്ള മകളായി മാറട്ടെ. പലിശ വാങ്ങുന്നത് ഉപേക്ഷിക്കാൻ തക്കവിധമുള്ള ഹൃദയത്തുറവി ഇപ്പോൾ ഓരോ മകനും ഓരോ മകൾക്കും ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നവനായ യേശു ക്രിസ്തു ഈ നിമിഷങ്ങളിൽ ബന്ധനത്തിൽ കിടക്കുന്ന അനേകം കുടുംബങ്ങളെ കെട്ടുകൾ അഴിച്ച് വിടിവിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പലിശയ്ക്ക് പണം കൊടുക്കുന്നതും പലിശ സംബന്ധമായ വ്യവസ്ഥകളിൽ കടം കൊടുക്കുന്നതും ഞങ്ങളുടെ ബിസിനസ്സാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തികൾക്ക് ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവ് പാപബോധവും പശ്ചാത്താപം നൽകുന്നു. ഇതൊരു ബിസിനസ് അല്ല, ഇതൊരു പാപമാണ് എന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തികളുടെ ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന വിങ്ങലുകൾ ഈശോ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പല വ്യക്തികളുടെയും ഹൃദയത്തിൽ കിടക്കുന്ന തെറ്റായ ബോധ്യങ്ങളും ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങളും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി ഹൃദയത്തിൽ നിർലോഭം ദാനം ചെയ്യാനും ആവശ്യക്കാരനിൽ നിന്ന് മുഖം തിരിക്കാതിരിക്കാനുമുള്ള തുറവി കൊടുത്ത് പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കടുത്ത ദ്രവ്യാഗ്രഹത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന നിരവധി വ്യക്തികളിലേക്ക് ഇപ്പോൾ ദൈവസ്നേഹത്തിൽ അഭിഷേകം വരുന്നു. മറ്റുള്ളവർക്കും കൂടി തങ്ങളുടെ സമ്പത്ത് കൊടുക്കാനുള്ള തുറവി കൊടുത്ത് പരിശുദ്ധാത്മാവ് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കടം കൊടുത്തിട്ട് കടം തിരിച്ചു കിട്ടുന്നില്ലല്ലോ എന്ന വേദനയോടിരിക്കുന്ന വ്യക്തികളിലേക്ക്
ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അവരുടെ മനസ്സിൽ ദൈവിക വഴികളെ കുറിച്ചുള്ള ബോധ്യം നൽകി പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാ ദൈവമക്കളും 2 കാര്യങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തുക. ഇതാ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ദ്രവ്യാഗ്രഹത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന അത്ഭുത വിടുതൽ, ദ്രവ്യാഗ്രഹത്തിന്റെ പാപത്തിന്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന ദൈവശക്തി ഇപ്പോൾ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും പ്രവഹിക്കുകയാണ്. ഒത്തിരി കാലമായി പാരമ്പര്യമായി ബ്ലേഡ് പലിശയുടെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കുടുംബങ്ങളെയും വംശങ്ങളെയും കർത്താവ് ഇപ്പോൾ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുക. ബ്ലേഡ് പലിശയ്ക്ക് കൊടുത്തിട്ട് അതൊരു പാപമല്ല എന്ന് ന്യായീകരിച്ച് നടക്കുന്നവർ ഇപ്പോൾ എളിമപ്പെട്ട് അനുദപിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. 2 കരങ്ങൾ ഉയർത്തി കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് തുടർന്നുള്ള കാലങ്ങളിൽ ദുഷ്ടത ഉപേക്ഷിച്ച് നീതിയുടെ മാർഗം അറിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നിർലോഭം ദാനം ചെയ്ത് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിന്റെ ശക്തിയാൽ വലിയ വിടുതൽ, അന്ധകാര കോട്ടകൾ തകരുന്നു. ഉറക്കെ യേശുവിനെ വിളിക്കുക. എളിമപ്പെട്ട് യേശുവിനെ വിളിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. എളിമപ്പെട്ട് യേശുവിനെ വിളിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. ഇതൊരു പാപമാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന പല വ്യക്തികൾക്കും പരിശുദ്ധാത്മാവ് വ്യക്തമായ ബോധ്യങ്ങൾ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളെ ഇപ്പോൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. നിത്യമായും പാപത്തിന്റെ ബന്ധനത്തിൽ സാമ്പത്തിക മേഖലകൾ ദ്രവ്യാഗ്രഹത്തിൽ കുടുക്കിയിരിക്കുന്ന ജീവിതങ്ങൾ, ആ കുടുക്കുകൾ ഭേദിച്ച് ആ കുരുക്കുകൾ അഴിച്ച് ഇപ്പോൾ വിശുദ്ധിയിലേക്ക് ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപകൃപ കൊണ്ട് നിറയട്ടെ, അനുതാപം കൊണ്ട് നിറയട്ടെ, അനുതാപം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പശ്ചാത്താപത്തിന് അഭിഷേകം ലഭിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സുഖപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറയുള്ള കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലെരിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. എൻ്റെ പേര് ലിസമ്മ, സ്ഥലം ചങ്ങനാശ്ശേരി. എനിക്കിവിടെ വന്നപ്പോഴൊക്കെ എൻ്റെ ഈ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. കസേരയിലൊന്നും എനിക്കിരിക്കത്തില്ലായിരുന്നു. മുട്ടുകുത്തി നിന്നാൽ എനിക്ക് അതിശക്തമായ നടുവേദന ഉണ്ടാവും. ഇന്നലെ ആരാധനയുടെ സമയത്ത് എൻ്റെ ആ രോഗം വിട്ടുമാറി. എത്ര നാളായിട്ടുള്ളതാണ് നടുവേദന? എനിക്ക് 10-12 വർഷമായി. 10-12 വർഷം. 12 വർഷത്തോളമുള്ള നടുവേദന. കാൽമുട്ടിനോ? കാൽമുട്ടിന് മുപ്പൂറ്റിവേദന ഉണ്ടായിരുന്നു. 12 വർഷമായ നടുവേദന കർത്താവ് ഈശോ ഈ ധ്യാനത്തിൽ വെച്ച് സുഖപ്പെടുത്തി അത്ഭുതകരമായി അനുഗ്രഹിച്ചു. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജോൺ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പടുപ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ വരുമ്പോൾ എനിക്കൊരു 8 മാസത്തോളമായിട്ട് എൻ്റെ കൈയുടെ ഷോളർ ഇളകിയതായിരുന്നു. ഇങ്ങനെ പൊക്കിയോ എന്തെങ്കിലും വെയിറ്റ് എടുക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഈ ഇടത് കൈയുടെ സഹായത്തോടു കൂടി സ്റ്റിയറിംഗിൽ ഈ കൈ എടുത്തു വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചൊവ്വാഴ്ചത്തെ ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു ഒരു വ്യക്തിയുടെ ഷോൾഡർ ഈശോ നേരെയാകുന്നെന്ന്. അന്ന് മുതൽ എൻ്റെ ഈ ഷോൾഡർ ശരിയാവുകയും ഇപ്പോൾ ഒരു പ്രശ്നവും വേദനയൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ. കൈയൊന്ന് ഉയർത്ത്. പ്രൈസ് ദി ലോർഡ്. ശരിക്കും നന്നായി കൈ ഒന്ന് പൊക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഇത് നേരത്തെ ഇങ്ങനെ പൊക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ? നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ് ഇങ്ങനെ പോകാൻ. ഇപ്പൊ ഒരു പ്രയാസം കൂടാതെ ഒന്നുകൂടെ പോക്ക്. ഹല്ലേലൂയ. കൈയടിച്ച് മാത്രപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.